വളരെ നിസ്സാരമായിട്ട് നമ്മൾ ജസ്റ്റ് നിസ്സാരം വിലയുടെ കമ്പോണൻറ്റ് വെച്ചിട്ട് നമ്മുടെ നോ ലോഡ് ഷട്ട് ഡൗൺ നമ്മൾ ഡിസേബിൾ ചെയ്തു. അത് മാത്രമല്ല ഓവർലോഡ് പ്രൊട്ടക്ഷൻ അതേമാതിരി തന്നെ നിലനിർത്തിക്കൊണ്ട് ആണ് നമ്മൾ ഈ മോഡിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിൻ്റെ അകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ UPS അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ദയവേത് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഹായ് ഗായ്സ്, അയച്ചോടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പണ്ട് ഇട്ട് വെച്ച ഒരു UPSൻ്റെ വീഡിയോ ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് നോ ലോഡ് കട്ട് ഓഫ് എങ്ങനെ മാറ്റാമെന്നുള്ളത് പിന്നെ വീഡിയോ ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇപ്പോൾ ഇന്ന് നമുക്കൊരു പുതിയ ബോർഡ് കിട്ടിയിട്ടുണ്ട്. പുതിയതല്ല, മറ്റേ എൻ്റെ സെയിം പാറ്റേണുള്ള ബോർഡ് തന്നെയാണ്. ആ കൂടെ ഒരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് മൈക്രോ കൺട്രോളർ വരുന്ന SMD മൈക്രോ കൺട്രോളറാണ്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി ബോർഡിൻ്റെ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഇതിൻ്റെ നോ ലോഡ് കട്ട് ഓഫ് എന്തായാലും നമ്മൾ മാറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ പറയട്ടെ. അപ്പോൾ കുറേ പേര് പറഞ്ഞിരുന്നു ഇതിൻ്റെ അകത്ത് R19 എന്ന് പറഞ്ഞ റെസിസ്റ്റർ ഊരി കളഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നോ ലോഡ് കട്ട് ഓഫ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പം ഇതേമാതിരി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുറിവൈദ്യന് ആളെ കൊല്ലും എന്നൊക്കെ പറയില്ലേ, അതേമാതിരത്തെ ഒരു സംഭവമാണ് ഇതിൻ്റെ അകത്ത് ഓർമ്മ വരുന്നത്. അപ്പം ഓരോ ബോർഡുകൾക്കും ഓരോ സർക്യൂട്ടുകളായിരിക്കും. R19 എന്ന് പറയുന്നത് എൻ്റെ ബോർഡിൽ ഔട്ട്പുട്ടിൽ വരുന്ന ഒരു റെസിസ്റ്ററാണ്. ഇത് ഊരി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ യാതൊരു വോൾട്ടേജും കിട്ടില്ല. പിന്നെ അതേമാതിരി തന്നെ ഈ R19 റെസിസ്റ്റർ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതും പറഞ്ഞുതരാം. ഒരു UPS എന്ന് പറയുന്ന സംഭവത്തിന് നോ ലോഡ് കട്ട് ഓഫ് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. അതായത് നമ്മുടെ UPSന് ഒരു ലോഡും ഇല്ലാന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ PC ഒക്കെ ഷട്ട് ഡൗൺ ചെയ്തതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പിന്നെ UPS ഓൺ ചെയ്തിരിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് അത് ഇക്കോ മോഡായിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ഷട്ട് ഡൗൺ ചെയ്ത് കളയും. അതായത് ബാറ്ററി ഒക്കെ സേവ് ചെയ്യാനായിട്ട്. പിന്നീട് നിങ്ങൾക്ക് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞൊന്ന് PC വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്നേരത്തേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ UPS പവർ ഓഫ് ചെയ്ത് കളയും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് വരുന്നൊരു ഫീച്ചറാണ് ഓവർലോഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ നമ്മുടെ UPSൻ്റെ അകത്ത് നമ്മൾ PC അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ കൂടെ കുത്തി ഓവർലോഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനൊരു കട്ട് ഓഫ് ഉണ്ട്. അത് നമ്മുടെ UPSനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ R19 എടുത്ത് കളയുന്നതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ ഒരേ റെസിസ്റ്റർ വെച്ചിട്ട് തന്നെയാണ് ഇത് നോ ലോഡാണോ അതോ ഓവർലോഡാണോ എന്നൊക്കെ സെൻസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോ ലോഡ് കട്ട് ഓഫ് ഈ പറഞ്ഞ റെസിസ്റ്റർ എടുത്ത് കളഞ്ഞ് കട്ട് ഓഫ് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓവർലോഡ് കട്ട് ഓഫ് എന്ന് പറഞ്ഞ പ്രൊട്ടക്ഷനും ഡിസേബിൾ ആയിപ്പോവും. വെച്ചാൽ അതില്ലാണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോ ലോഡ് കട്ട് ഓഫ് മാത്രം, ഓവർലോഡ് അല്ല, നോ ലോഡ് കട്ട് ഓഫ് മാത്രം എങ്ങനെ എടുത്ത് കളയാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ റീപ്ലേസ്മെൻറ്റ് ബോർഡായിട്ട് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ അകത്തും നമ്മുടെ പഴയ ബോർഡിൻ്റെ ഒരു സെയിം സാമ്യത കാണുന്നുണ്ട്. ഈ R41 എന്ന് പറഞ്ഞത് ഈ കാണുന്ന റെസിസ്റ്റർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അതായത് കംപ്ലൈൻ്റ് അല്ല, അത് ഇപ്പോൾ അടിച്ചു പോകാറായിട്ട് ഇരിക്കുന്നൊരവസ്ഥയിലാണ്. പഴയതിലും ഇത് തന്നെയായിരുന്നു. R41 എന്നുള്ള റെസിസ്റ്റർ ദ്രവിച്ച് തുരുമ്പിച്ച് ഇരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഈ ബോർഡൊന്ന് ശരിക്കും നോക്കുക. നിങ്ങളുടെ കയ്യിൽ ഇതേ ബോർഡ് തന്നെയാണെന്നുണ്ടെങ്കിൽ, അത് വർക്ക് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ റെസിസ്റ്റർ നോക്കുക. ആ റെസിസ്റ്റർ പോയിട്ടുണ്ടെങ്കിൽ ഒരു 1Kയോ 3Kയോ റെസിസ്റ്റർ ഇട്ടിട്ട് നിങ്ങൾക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡ് വർക്ക് ചെയ്യണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ബോർഡ് നമ്മുടെ UPSലേക്ക് ഹുക്ക് ചെയ്യാണ്. ഇത് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നോ ലോഡ് കട്ട് ഓഫ് എങ്ങനെയാണ് ഡിസേബിൾ ചെയ്യുന്നത് കാണാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് നോക്കേണ്ടത് നോ ലോഡ് കട്ട് ഓഫ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ എത്ര വാട്ട്സ് കൊടുക്കണം എന്നുള്ളതാണ്. ഏറ്റവും ഇടതുവശത്ത് 0 വാട്ട്സ് ലോഡും, നടുക്ക് കാണുന്നത് 59-60 വാട്ട്സ് ലോഡും, ഏറ്റവും റൈറ്റ് സൈഡിൽ കാണുന്നത് 110 വാട്ട്സിൻ്റെ ലോഡും കൊടുത്തിട്ടാണ്. സീറോ വാട്ട് ലോഡും 60 വാട്ട് ലോഡും ഉണ്ടായിരുന്നത് 45 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓഫായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ നോ ലോഡ് കട്ട് ഓഫ് വരുന്നത് 60-നും 110-നും ഇടയ്ക്കാന്നുള്ളത് നമുക്ക് മനസ്സിലായി. നമുക്കത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. UPSൻ്റെ ലോഡ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് UPS ഒന്ന് അടുത്ത് പരിചയപ്പെടണം. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് സൈഡിലെ സംഭവങ്ങളാണ് പരിചയപ്പെടാനുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഔട്ട്പുട്ട് സൈഡാണ്. ഇതാണ് ഔട്ട്പുട്ട് കണക്ടർ വരുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ലോഡ് സെൻസിങ് ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോമർ ഉണ്ട്. അതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലോഡാണ് നമ്മുടെ UPS ഇപ്പോൾ എടുക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയറിൽ കാണുന്ന വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്താൽ അറിയാവുന്നതാണ്.
നമ്മുടെ 60 വാട്ട് ലോഡ് നമ്മൾ യു പി എസിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയറിൽ എത്ര വോൾട്ട് ഔട്ട്പുട്ട് വരുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു 125 മില്ലി വോൾട്ടാണ് വരുന്നത്. നേരത്തെ ചെയ്ത അതേ ടെസ്റ്റ് തന്നെ നമ്മളൊരു 110 വാട്ട്സ് ലോഡ് കൊടുത്തിട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത് ഓൾമോസ്റ്റ് ഒരു 400 മില്ലി വോൾട്ട് 395 മില്ലി വോൾട്ടിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യേണ്ട വോൾട്ടേജ് എന്ന് പറയുന്നത് 125-നും 395-നും ഇടയ്ക്കായിട്ട് വരും. വോൾട്ടേജ് ഇഞ്ചെക്ട് ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നൊക്കെയുള്ളത്. അപ്പോൾ പേടിക്കേണ്ട, നമുക്കൊരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഗൂഗിളിൻ്റെ സഹായത്തോടുകൂടെ നമുക്ക് ഈ സർക്യൂട്ട് ഒന്ന് പരിചയപ്പെടാം. വോൾട്ടേജ് ഡിവൈഡർ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ കീവേഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ohmslowcalculator.com എന്ന് പറഞ്ഞൊരു സെർച്ചിൻ്റെ സജഷൻ നമുക്ക് ഗൂഗിളിൽ വരും. അപ്പോൾ ഈ ohmslowcalculator.comലേക്ക് നമുക്കൊന്ന് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഒരു സർക്യൂട്ട് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇത് ബേസിക്കലി ഒരു ചെറിയ സർക്യൂട്ടാണ്. അതായത് നമുക്ക് ഇതിൻ്റെ അകത്തൊരു ബാറ്ററി വരുന്നുണ്ട്. ബാറ്ററിയുടെ പോസിറ്റീവിൽ R1 എന്ന് പറഞ്ഞൊരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയുടെ നെഗറ്റീവിൽ R2 എന്ന് പറഞ്ഞൊരു റെസിസ്റ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് റെസിസ്റ്ററും തമ്മിൽ കൂട്ടി കണക്റ്റും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ R1ൻ്റെയും R2ൻ്റെ ഇടയിൽ കൂടെ വരുന്ന എത്ര വോൾട്ടാണ് വരുന്നത് എന്നുള്ളതാണ് ഔട്ട്പുട്ട് വോൾട്ടേജായിട്ട് വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ സൈറ്റിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനൊരു ഫങ്ഷനാലിറ്റിയും കൂടെ ഉണ്ട്. വോൾട്ടേജ് സോഴ്സും റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ് ഔട്ട്പുട്ട് വരുന്നതെന്നുള്ളത് അറിയാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ ബാറ്ററി 12 വോൾട്ട് ആണെന്ന് നമുക്ക് കണക്കാക്കാം. നമ്മളൊരു 10Kൻ്റെ റെസിസ്റ്റർ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു 1Kൻ്റെ റെസിസ്റ്ററും നമ്മൾ R2ൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര വരുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1 വോൾട്ടാണ് വരുന്നത്. പക്ഷേ നമ്മുടെ ബാറ്ററി ഒരിക്കലും 12 വോൾട്ട് കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കില്ല. നിങ്ങൾക്കറിയാം, ഫുൾ ചാർജ് വരുമ്പോൾ ബാറ്ററിയിൽ 13.7 വോൾട്ട് വരും. അപ്പോൾ നമ്മുടെ വാല്യൂ വരുന്നത് 1.2 വോൾട്ടേ വരുന്നുള്ളൂ ഔട്ട്പുട്ടിൽ. കണ്ടോ? അതേമാതിരി ഇപ്പോൾ ലോ വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ബാറ്ററി ലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 10.5 വോൾട്ടേ ചിലപ്പോൾ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാം 955 മില്ലി വോൾട്ടേ നമുക്ക് ഔട്ട്പുട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു വോൾട്ടേജ് വേണം. നമ്മുടെ യു പി എസിൽ ഒരു 5 വോൾട്ടിൻ്റെ റെയിലുണ്ട്. അത് നമ്മുടെ ഇവിടെ ആയിട്ട് വരും. ഒരു ട്രാൻസിസ്റ്ററിൻ്റെ മാതിരിയുള്ള ഒരു വോൾട്ടേജ് റെഗുലേറ്ററാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഏതാണ് ഔട്ട്പുട്ട്, എത്രയൊക്കെ വോൾട്ടാണ് വരുന്നതെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് യു പി എസ് ഒന്ന് ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ട് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ യു പി എസ് ഓൺ ആയിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ എർത്ത് ടെർമിനൽ വരുന്നത്, ഗ്രൗണ്ട്, അതായത് നെഗറ്റീവ്. ബാറ്ററിയുടെ നെഗറ്റീവിൽ നമ്മൾ കറുത്ത പ്രോബ് കുത്തിയിട്ടുണ്ട്. നമ്മുടെ ചുമന്ന കളറ് പ്രോബ് നമ്മൾ ഈ റെഗുലേറ്റർ ICയുടെ ഫ്രണ്ടിൽ കൊടുക്കുകയാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 5 വോൾട്ട് വരുന്നത് കാണാം. കണ്ടോ? പിന്നെ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എവിടെയൊക്കെ 5 വോൾട്ട് വരുന്നുണ്ടെന്നുള്ളത് നോക്കണം. കണ്ടോ? ഇവിടെ തൊട്ടടുത്തൊരു 5 വോൾട്ട് വരുന്നുണ്ട്. കണ്ടോ? ഇവിടെയാണ് നമ്മുടെ മറ്റേ റെക്ടിഫയർ വരുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് ഇവിടെ നമുക്ക് ഒരു 5 വോൾട്ട് വരുന്നുണ്ട്. കണ്ടോ? മൾട്ടിമീറ്ററിൽ ഇപ്പോൾ 5.1 വോൾട്ടാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രൗണ്ട് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഞാൻ നമ്മുടെ മീറ്റർ കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ടിട്ടുണ്ട്, മുട്ടിച്ച BP വെക്കുന്ന മോഡിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്ററി ടെർമിനലിൽ നമ്മുടെ കറുത്ത ലീഡ് മുട്ടിക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ അടുത്തുള്ള നെഗറ്റീവ് വരാൻ സാധ്യതയുള്ള ഇതിൽ നമ്മൾ മുട്ടിക്കുകയാണ്. കണ്ടോ? നമ്മുടെ ഈ റെക്ടിഫയറിൽ തന്നെ വരുന്ന ഒരെണ്ണം എർത്താണ്. അപ്പോൾ നമ്മുടെ കാര്യം എളുപ്പമായി. നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു റെസിസ്റ്റർ കുത്തിയാൽ മതി. നമ്മുടെ PCB ഒന്ന് വലുതായിട്ട് കാണാൻ വേണ്ടി ഫോണിൽ നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇപ്പോൾ നേരത്തെ കാണിച്ച എർത്ത് എന്ന് പറയുന്നത് ഇവിടെയാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു 620 ഓംസിൻ്റെ റെസിസ്റ്ററുണ്ട്. ഇപ്പോൾ കണ്ടോ? കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. ആ 620 ഓംസിൻ്റെ ഒരു സെറ്റപ്പ്, ഒരു കാല് ഇവിടെ പോസിറ്റീവിലാണ് ഇരിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു 620 ഓംസ് നമുക്ക് എർത്തിൽ നിന്നുള്ള റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ ആ കൂടെ ആഡ് ചെയ്യേണ്ടത് ഇവിടെ ഒരു വാല്യൂ റെസിസ്റ്ററാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എത്രയാണെന്നുള്ളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നേരത്തെ എടുത്ത നമ്മുടെ ഓംസ് ലോ കാൽക്കുലേറ്റർ ഒന്നും കൂടെ എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ വോൾട്ടേജ് സോഴ്സ് ഒന്ന് മാറ്റാം, 5 വോൾട്ട് ആക്കാം. അതിനുശേഷം നമുക്ക് റെസിസ്റ്റൻസ് 10K തന്നെ ഇടാം. ഇവിടെ നമുക്ക് 680 ഓംസിൻ്റെ ഓൾറെഡി ഒരു റെസിസ്റ്റർ അവിടെ കിടപ്പുണ്ട്. R2ൽ എർത്തിൽ നിന്നുള്ള റെസിസ്റ്റർ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണ് ഔട്ട്പുട്ട് വരുന്നതെന്ന് നോക്കാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 318 മില്ലി വോൾട്ട് വരുന്നുണ്ട് ഔട്ട്പുട്ട്. അത് നമ്മുടെ 124 മില്ലി വോൾട്ടിനും 395 മില്ലി വോൾട്ടിനും ഇടയ്ക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ 10K റെസിസ്റ്റർ ഒന്ന് ഇട്ടിട്ട് വർക്ക് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ UPSൻ്റെ നോ ലോഡ് കട്ട് ഓഫ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അത് ഡിസേബിൾ ആയോ എന്നുള്ളത് നമുക്ക് നോക്കാം.
നമ്മുടെ മോഡിഫിക്കേഷൻ എന്തായാലും വർക്കായിട്ടുണ്ട്. 48 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മുടെ UPS ഓഫായിട്ടില്ല. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ റെസിസ്റ്ററിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റാണോ എന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ബ്രിഡ്ജിന് അക്രോസ് എത്ര വോൾട്ടാണ് വരുന്നതെന്ന് നോക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ 291 മില്ലി വോൾട്ട് വരുന്നുണ്ട്. 291.8 മില്ലി വോൾട്ട് വരുന്നുണ്ട്. നമ്മുടെ കാൽക്കുലേഷൻ പ്രകാരം 292 മില്ലി വോൾട്ടാണ്. നമ്മുടെ മോഡിഫിക്കേഷൻ എന്തായാലും വളരെയധികം സക്സസ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് തോന്നുന്ന കേസ് ഒന്ന് കമൻറ്റായിട്ട് ഇടുക കേട്ടോ. വളരെ നിസ്സാരമായിട്ട് നമ്മൾ ജസ്റ്റ് നിസ്സാരം വിലയുടെ കമ്പോണൻറ്റ് വെച്ചിട്ട് നമ്മുടെ നോ ലോഡ് ഷട്ട് ഡൗൺ നമ്മൾ ഡിസേബിൾ ചെയ്തു. അതുമാത്രമല്ല ഓവർലോഡ് പ്രൊട്ടക്ഷൻ അതേമാതിരി തന്നെ നിലനിർത്തിക്കൊണ്ട് ആണ് നമ്മൾ ഈ മോഡിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വിടുക. ഇതുവരെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അത് ഓൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിലേക്ക് ഇതായിരിക്കും. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി അവിടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ യൂട്യൂബിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.